ഹായ് അസ്സലാമു അലൈക്കും. കിസിൽ കിസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ദിവസത്തെ ഓർഡർ ഒന്നിച്ചിട്ട് കാണിക്കുന്നേണ്ടത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബുധനാഴ്ച മുതലുള്ള വീഡിയോ എടുക്കുന്നേണ്ടത്. എനിക്ക് വെള്ളിയാഴ്ച മുതൽ ഡെയിലി ഓർഡർ ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച വരെ ഡെയിലി ഓർഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ എടുക്കുന്ന ബുധനാഴ്ച ഉണ്ടായിരുന്നു. അത് ബുധനാഴ്ചൻ്റെ എല്ലാം ഞാൻ വീഡിയോ ഇട്ട് നിങ്ങൾക്ക്. അപ്പോൾ വ്യാഴാഴ്ച ഞാൻ ഓർഡർ എടുത്തിട്ടാണ് മോൻ്റെ കോളേജിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ഉണ്ടായിന്. അപ്പോൾ അതിന് മുന്നേ വെള്ളിയാഴ്ചക്കുള്ളത് കുറച്ച് ആക്കിയിട്ട് വെച്ചിന് കട്ട്ലറ്റ് മാത്രം ഉണ്ടാക്കാനുണ്ടായി. അത് ഞാൻ വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. അപ്പോൾ വ്യാഴാഴ്ച ഉണ്ടെന്ന് രാവിലെ 8 മണിക്ക് തന്നെ ഗ്രാജുവേഷന് പോയിട്ട് രാത്രി അതിന് എത്തുമ്പോൾ പിന്നെ രാത്രി വന്നിട്ട് മടിയായി ഉണ്ടാക്കാൻ. അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം കൊടുക്കാനുണ്ടായിന്. വെള്ളിയാഴ്ച ബറാത്തല്ല നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വ്യാഴാഴ്ചൻ്റെ അന്ന് ഗ്രാജുവേഷനെല്ലാം പോയി. മാഷാ അല്ലാഹ് മോൻ്റെ ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് 7th റാങ്ക് ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി അമ്മ വന്നത്. രാത്രി വന്നിട്ട് വിചാരിച്ചിന് കട്ട്ലറ്റെല്ലാം ആക്കിയിട്ട് വെക്കാമെന്ന്. പിന്നെ ഭയങ്കര മടിയായി. അങ്ങനെ രാത്രി ആക്കിയിട്ടാണ് പിറ്റേ ദിവസം രാവിലെ ആക്കിയത്. അപ്പോൾ പിറ്റേ ദിവസം ബറാത്ത് വെക്കൂ. അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് എനിക്ക് പുളിവാളം കൊടുക്കാനും ഉണ്ടായിന്. അപ്പോൾ പുളിവാളം കൊടുത്ത് അതിൻ്റെ അടുക്കുന്ന വെള്ളിയാഴ്ച അതല്ലാണ്ട് ബറാത്തിൻ്റെ ദിവസം ഞാൻ കോഴിക്കറിയെല്ലാം വെക്കാനും വേണ്ടിയിട്ട് പിന്നെ അത് ഉള്ളി മുറിച്ചിന്. പിന്നെ ഗോതമ്പ് കഞ്ഞിയാക്കി ഞാൻ. അപ്പോൾ ഗോതമ്പ് കഞ്ഞിയാക്കി പിന്നെ അതിന് ശേഷം മസാല ഉണ്ടാക്കി. അപ്പോൾ പുളിവാള രാവിലെ തന്നെ കൊടുത്തത്. പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും കുറുമ ഉണ്ടാക്കിന്, ചിക്കൻ കുറുമ ഉണ്ടാക്കിയത്. പിന്നെ ചക്കരക്കഞ്ഞിയെല്ലാം കഴിച്ച് പിന്നെ ഇത് വൈകുന്നേരം കൊടുക്കാനുണ്ടായത് ഓർഡർ. റോള്, സമൂസ, ഉന്നക്കായി, കട്ട്ലറ്റ് ഇതെല്ലാം. അപ്പോൾ മക്ക പാക്കാക്കുന്നുണ്ട്, സ്റ്റിക്കർ ഒട്ടിക്കുന്ന അങ്ങനത്തെ എല്ലാ പണി മക്ക എടുത്തത്. നമുക്ക് തിരക്ക് തന്നെ ഉണ്ടായിന്. കുറേ ദിവസം ഞായറാഴ്ചയൊക്കെ വലിയൊരു ഓർഡർ ഉണ്ടായിന്, തിങ്കളാഴ്ചയൊക്കെ ഓർഡർ ഉണ്ടായിന്. അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ചൊവ്വാഴ്ച വരെ ഉള്ള ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെയും സമൂസ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസം ഉണ്ടാക്കിയത്. അപ്പോൾ കുറേയെല്ലാം വീഡിയോ എടുക്കാൻ മറന്നു നമുക്ക്. ശനിയാഴ്ച പകലുണ്ടാക്കിയതെല്ലാം എടുക്കാൻ മറന്നതിന്. പിന്നെ ഇത് ശനിയാഴ്ച വൈകുന്നേരം എടുത്തത്. പിന്നെ ഈ തിരക്കാൻ നമുക്ക് ഡെയിലി ഓർഡർ ഉണ്ടാകുമ്പോൾ കുറേ പണിയെല്ലാം ഉണ്ടാകുമ്പോൾ എടുക്കാൻ കഴിയുന്നില്ല നമുക്ക്. അങ്ങനെ ശനിയാഴ്ച നോമ്പുണ്ടായിരുന്നു. നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് എല്ലാം മുറിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ ചിക്കൻ ഇത് പിന്നെ വേറെ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രയാങ്കിളാക്കിയിട്ട് ഇതാ എല്ലാം കുക്കാക്കുന്നുണ്ട്. ഇത് ചിക്കൻ ഫ്രൈ ആക്കുന്നത് ഇറാനി പോള ഉണ്ടാക്കാൻ. അപ്പോൾ മുന്നത്തെ തന്നെ രാത്രി എല്ലാം ആക്കിയിട്ട് വെച്ച് പിന്നെ ഊത് കത്തിക്കുന്നുണ്ട് നോമ്പ് തുറക്കാനായി. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ഒന്നും ആക്കിയിട്ടാ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചതന്ന്. അങ്ങനെ സ്നാക്സ് വേണ്ടാന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി എനിക്ക് കുറച്ച് ഫ്രോസണും കൊടുക്കാനുണ്ടായിന്, ട്രയാങ്കിളെല്ലാം. അത് ഫ്രോസൺ ആക്കാൻ വെച്ച് ബാക്കിയെല്ലാം ഞാൻ താഴെ തന്നെ വെച്ച പിറ്റേന്ന് രാവിലെ എടുക്കേണ്ടതെല്ലാം ഫ്രൈ ആക്കാൻ. പിന്നെ ഇത് മോമോസാക്കി രാത്രി തന്നെ മോമോസാക്കിയിട്ടും വെച്ച്. അങ്ങനെ പിന്നെ ഇത് വേറെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇതാക്കുന്നുണ്ട്. രാവിലെ തന്നെ എണിച്ചിട്ട് ഇറാനി പോളക്ക് മസാല ആക്കി. പിന്നെ കുംസ് 2 ഉണ്ടായിരുന്നു, 2 കുംസാക്കി. പിന്നെ നമുക്ക് കഴിക്കാൻ കായ്ച്ചുള്ളിയത് കുറേ ദിവസമായല്ലോ കായ്ച്ചുള്ളിയൊന്നും കാണാത്ത. ഹസ്ബൻഡ് വന്ന പിന്നെ അങ്ങനെ കായ്ച്ചുള്ളിയല്ല, ഹസ്ബൻഡിന് ഇതല്ല താല്പര്യമില്ല അങ്ങനെ എന്തോ കഴിക്കാൻ. അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇത് കൊടുക്കാനുണ്ടതിന് കുറച്ച് സ്നാക്സ്. അപ്പോൾ ഇതെല്ലാം പാക്കാക്കിയിട്ട് ഇത് കൊടുത്ത് അതിന് ശേഷം ഇതാ നമുക്ക് ഇറാനി പോളും ഇതെല്ലാം കുംസെല്ലാം ബാക്കിയെല്ലാം സ്നാക്സ് ആയാലും ഉച്ചക്ക് 2:30 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ആ സമയമാകുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഈ ഒരു ഞായറാഴ്ച ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു ദിവസം എന്താണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം രാവിലെ 100 സമൂസയും 100 കട്ട്ലറ്റും റോളും കൊടുക്കാനുണ്ടായിന്. അപ്പോൾ ഷീറ്റ് കിട്ടിയില്ല. ഞാൻ 4 ദിവസം മുന്നേ ഓർഡർ ആക്കിയിട്ടും ഓർക്ക് നോമ്പെല്ലാം ലീവെല്ലാം ആയതുകൊണ്ട് ഓർക്ക് വേറെ ഓർഡറെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓർക്ക് തരാൻ കഴിയാത്ത. പിന്നെ ഞാനിങ്ങനെ എല്ലാം കാലൊടിച്ചിട്ട് സമൂസേൻ്റെ അത് അൽഹംദുലില്ലാ 100 ഇത് കിട്ടി. പിന്നെ റോളിൻ്റെ കിട്ടിയില്ല. അങ്ങനെ ദോശ കിട്ടിയിട്ട് സ്പ്രിങ് റോളാക്കിയിട്ട് കൊടുത്തത്. ഭയങ്കര പണിയായിനത്. അത് ദോശയെല്ലാം ചൂടുമ്പോൾ നമുക്ക് കുറേ പണിയുണ്ടല്ലേ. അങ്ങനെ അൽഹംദുലില്ലാ അതെല്ലാം ആക്കിന്. പിറ്റേ ദിവസം ഇത് തിങ്കളാഴ്ചൻ്റെ അന്ന് പിന്നെ വേറെ ഒരു ദുബൈക്ക് കൊടുക്കാനുള്ള കുറച്ച് ഇതുണ്ടായിന്, സ്നാക്സ്, റോള്, ഇറച്ചിയട, പിന്നെ കേക്കപ്പം, ബാട്ടുവത്തൽ, പൊരിയുണ്ട, അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് ആക്കുന്നുണ്ടത്. അതിൻ്റെ അടുക്കുന്ന ഇത് തിങ്കളാഴ്ച 100 സമൂസ 100 റോളും കൊടുക്കാനുണ്ട്. അത് പാക്കാക്കിയിട്ട് വെച്ച് പിന്നെ കേക്കപ്പം ചുടുന്നുണ്ട്. അങ്ങനെ കേക്കപ്പം ചുട്ട് പിന്നെ
കൊയ്യട ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മസാല ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ അത് മസാല ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. മസാല ആക്കിയിട്ട് എടുക്കാനൊന്നും കഴിയില്ല നമുക്ക്. അപ്പോൾ കുറച്ച് ഡ്രൈ ആക്കിയിട്ടല്ല. പിന്നെ അതിൻ്റെ പിരിയെല്ലാം ഇടാനും കുറച്ച് പണിയുണ്ട്. അങ്ങനെ അത് ഉച്ചയ്ക്ക് ശേഷം പിന്നെ അതിൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് വൈകുന്നേരം അതിന് അങ്ങനെ എല്ലാം ആക്കിയിട്ട് വെച്ച് പിന്നെ നമുക്ക് ഈ പണീൻ്റെ എടുക്കുന്നത് നമുക്ക് പുരൻ്റെ പണിയെല്ലാം എടുക്കണമല്ലോ. പിന്നെ നമുക്ക് പുരൻ്റെ പണി അങ്ങനെ ഇതാക്കിയിട്ട് ഈ പണി തന്നെ എടുക്കാനും കഴിയില്ലല്ലോ. അപ്പോൾ ഹോം ബേക്കറിന് നല്ല പണിയുണ്ട്. പുരൻ്റെ പണിയും എടുക്കണം. പിന്നെ ആൾക്കാർ വിചാരിക്കും പോലെ തന്നെയല്ല ഒരു റേറ്റ് എടുക്കുന്നത് ഒരു അത്ര ആക്കുന്ന ഇത്ര ആക്കുന്ന റേറ്റ് എടുക്കുന്നത് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെ പണി എടുക്കുന്നതെല്ലാം. ഇപ്പോൾ എല്ലാ സാധനത്തിനും വിലയുണ്ട്. പിന്നെ അതല്ലാണ്ട് പുരൻ്റെ എല്ലാ പണിയും എടുക്കണം. അതിൻ്റെ എടുക്കുന്ന ഈ പണി നമുക്ക് അത്ര പണിയുണ്ട്. രാത്രി 12 മണിയായി. ഞാൻ കുറേ ദിവസമായിട്ട് രാത്രി 12 മണിയോളം എടുത്തിട്ട് തന്നെ ഇതെല്ലാം ആക്കിയത്. അങ്ങനെ രാത്രി ഇതെല്ലാം ആക്കി പിറ്റേ ദിവസം ഇത് രാവിലെ ചൊവ്വാഴ്ച അൽഹംദുലില്ലാഹ് ഇന്ന് രാവിലെ ഞാൻ ഇതെല്ലാം കൊടുത്ത് എല്ലാത്തിനും പാക്കാക്കുന്നത് സ്റ്റിക്കർ ഒട്ടിക്കുന്നില്ല. രാവിലെ ദുബൈക്ക് പോകുന്ന ആൾക്ക് 8 മണിയാകുമ്പോൾ എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എല്ലാം റെഡിയായി. പറഞ്ഞ ഓർഡറെല്ലാം സമയത്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ട് ആ സമയത്ത് നമുക്ക് പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഇതില്ല, അത് അൽഹംദുലില്ലാഹ് ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചെയ്ത ഇതെല്ലാം നമുക്ക് പോകുന്നു. നമുക്ക് ഇത്രയെല്ലാം കഷ്ടപ്പെട്ടല്ല ആ സമയത്ത് തന്നെ കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ് ഇതുവരെ ഏറ്റവും അങ്ങനെ ലേറ്റായിട്ടാണ് എല്ലാം പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റീന്. അപ്പോൾ നമുക്ക് വിചാരിച്ചെങ്കിൽ നമ്മൾ എല്ലാ പണിയും എടുക്കുക. എല്ലാം പുരയുന്ന അല്ലാതെ പുറത്ത് പോയിട്ട് തന്നെ പൈസ ആക്കണമെന്നൊന്നുമില്ല. നമുക്ക് പുരയിൽ തന്നെ ഇരുന്നിട്ട് നമുക്ക് വിചാരിച്ച പോലെ എല്ലാം നമുക്ക് ഇഷ്ടമുള്ള പണിയെടുത്തിട്ട് നമുക്ക് എല്ലാം പൈസ ആക്കാനെല്ലാം കഴിയും. പിന്നെ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. കഷ്ടപ്പെടാനുള്ള മനസ്സ് വേണം. നമുക്ക് കുറച്ച് പണിയെടുക്കാനും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ചെയ്യാനും ഒരു ഇതുണ്ടാവില്ല. നമുക്ക് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാം. നമുക്ക് അങ്ങനെ ഫസ്റ്റൊന്നും ഓർഡർ വരണമെന്നൊന്നുമില്ല. നമ്മൾ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ട് വേറെ ഇങ്ങനെ ഒരാളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നമുക്ക് വലിയ ഓർഡറെല്ലാം വരും. ഫസ്റ്റ് തന്നെ ഓർഡർ കിട്ടണമെന്നൊന്നും വിചാരിച്ചെങ്കിലൊന്നും കഴിയില്ല. ഏത് കാര്യത്തിനും ഏത് ബിസിനസ്സിനും അങ്ങനെ ഫസ്റ്റൊന്നും ആർക്കും പിന്നെ ആരും സക്സസ് ആയിട്ടൊന്നുമില്ല. മെല്ലെ സക്സസ് ആവല്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടെല്ലാം ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാനെല്ലാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റായിൽ എൻ്റെ നമ്പറുണ്ട്, കോൾ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.